കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സ് മുഴുവനും ഈ 2 ബുക്കുകളെ പറ്റിയിട്ടുള്ള അന്വേഷണങ്ങളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന്. ഇത് ഞാൻ വാങ്ങിച്ചത് ആസ്ഥ അക്കാദമിയുടെ യൂട്യൂബ് ചാനലിൽ നിന്നാണ്. അവരുടെ ചാനലിൽ ഇതിൻ്റെ റീൽസ് കണ്ടിട്ട് അതിൽ കൊടുത്തിട്ടുള്ള ഒരു വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു. അങ്ങനെയാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ ഈ ആദ്യത്തെ ബുക്കാണ് കേരള ജോഗ്രഫി, മറ്റേത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഈ 2 ബുക്കാണ് ഞാൻ വാങ്ങിച്ചത്. അവർക്ക് വേറെ ഏതൊക്കെ ബുക്കുകൾ ഉണ്ടെന്ന് തോന്നുന്നു. ആദ്യം കേരള ജോഗ്രഫീനെ പറ്റി പറയാം. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 95 റുപ്പീസാണ്, 95 രൂപ. ശരിക്കും ഇതിനൊരു 104 പേജാണുള്ളത്. ഇപ്പോൾ നമ്മളൊന്ന് മെനക്കെട്ടിരുന്നാൽ 1-2 ദിവസം കൊണ്ട് തന്നെ ഇത് ബുക്ക് വായിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇത് ഒരു റാങ്ക് ഫയൽ പോലെ അത്ര ഡീറ്റെയിൽ ആയിട്ടല്ല കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ആൻസർ അങ്ങനെ ഒരു രീതിയിലാണ്. നമുക്ക് പെട്ടെന്നൊരു എക്സാമിന് മുന്നേ ഒരു റിവിഷൻ ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ബേസ് കേരള ജോഗ്രഫിയിൽ സെറ്റ് ആക്കണം. ആ ഒരു രീതിയിൽ ആണെങ്കിൽ ഈ ഒരു ബുക്ക് ബെസ്റ്റാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ ആകെ ദൈർഘ്യം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് അതിൻ്റെ ആൻസർ കൊടുത്തു. ചില ക്വസ്റ്റ്യൻ്റെ അടിയിൽ അതിൻ്റേതായ എക്സ്പ്ലനേഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രസ്താവന ക്വസ്റ്റ്യൻസും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അത്ര തന്നെ. പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു 50 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അതിൻ്റെ കൂടെ അത് ചെയ്യാനുള്ള OMRും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ബുക്കാണ് ഇത്. എനിക്ക് ഇഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമുക്കൊരു കുഞ്ഞു ബുക്കാണ്. കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നും, പഠിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വായിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരും. പിന്നെ ഒന്നാമത് നമ്മുടെ പ്രിലിംസിന് കേരള ജോഗ്രഫി 10 മാർക്കിന് ചോദിക്കുമല്ലോ. അപ്പോൾ വേഗം ഒന്ന് പഠിച്ച് തീർക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഒരു ബുക്ക് നല്ലൊരു ബുക്കാണ്. പിന്നെ അടുത്തത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇതും അതുപോലെ തന്നെയാണ്. പക്ഷേ ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് തോന്നി, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ഇതിൻ്റെ പേജ് എന്ന് പറയുന്നത് 152 പേജാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 120 രൂപയാണ്. ഈ 2 ബുക്ക് ഞാൻ ഒന്നിച്ചാണ് വാങ്ങിച്ചത്. അപ്പം ഇത് വാങ്ങിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ വാട്സപ്പ് നമ്പറിൽ ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ അവരതിൻ്റെ റേറ്റും കാര്യങ്ങളും UPI ID ഒക്കെ പറഞ്ഞു തന്നു. അപ്പോൾ അതിൽ പേ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ച് എന്നിട്ട് നമ്മുടെ അഡ്രസ്സൊക്കെ അയച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ അഡ്രസ്സിലേക്ക് പോസ്റ്റ് വഴിയാന്ന് തോന്നുന്നു അവർ കൊണ്ടുതരും, വീട്ടിലേക്ക് കൊണ്ടുതരും. അങ്ങനെയാണ് ചെയ്തത്. പിന്നെ ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല, അങ്ങനെയുള്ള കമൻസ് വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് ഞാൻ തന്നെ പൈസ കൊടുത്തിട്ട് ഞാൻ തന്നെ വാങ്ങിച്ച ബുക്കാണ്. എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് പുതിയ ബുക്ക് വാങ്ങിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. പക്ഷേ പകുതി ബുക്കും ഞാൻ കംപ്ലീറ്റ് ആക്കാറില്ല. എല്ലാം തുടങ്ങി ആദ്യത്തെ ഒരു 10-15 പേജ് വായിച്ചിട്ട് അവിടെ വെക്കും. പക്ഷേ ഈ കേരള ജോഗ്രഫീൻ്റെ ബുക്ക് വാങ്ങിച്ച് ഒരു 2 ദിവസം കൊണ്ട് ഞാനത് പകുതിയോളം വായിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കിയുടെ വായിക്കണം പ്രിലിംസിന് മുന്നേ. അപ്പോൾ അത്രയാണ് ബുക്സിനെ പറ്റി പറയാനുള്ളത്. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ നാട്ടിൽ പോയി വന്നതിന് ശേഷം പിറ്റേ ദിവസം എടുത്ത ഒരു സ്റ്റഡി വ്ളോഗാണ്. അന്നൊരു ഈവനിങ് വരെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ തലേ ദിവസം, അതായത് ഞാൻ നാട്ടിൽ നിന്ന് വന്ന ദിവസം ഇനി എങ്ങനെ പഠിക്കണം പ്രിലിംസിന് എന്നുള്ളത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഇടയ്ക്ക് ഹോസ്പിറ്റൽ ഇഷ്യൂസൊക്കെ വന്നതുകൊണ്ട് എൻ്റെ പകുതി പ്ലാനുകളും പദ്ധതികളും ഒക്കെ പാളിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ദിവസം 2 സബ്ജക്റ്റ് വെച്ച് പഠിക്കാമെന്നുള്ളത്. 2 സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇനിയുള്ള എല്ലാ ദിവസവും മാത്സ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് പാടുള്ള ഒരു സബ്ജക്റ്റാണ് മാത്സ് എന്ന് പറയുന്നത്. ഞാൻ മോഡൽ എക്സാം എഴുതുന്ന സമയത്ത്, പ്രിലിംസിൻ്റെ മോഡൽ എക്സാം എഴുതുന്ന സമയത്ത് എനിക്ക് മാർക്ക് പോകുന്ന പോർഷൻ എന്ന് പറയുന്നത് ഒന്ന് മാത്സും പിന്നെ കുറച്ചധികം സയൻസ് പാർട്ടുമാണ്. അപ്പോൾ അതിന് 2നും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഞാൻ ഈ ഒരു പ്ലാന് സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്പർ സിസ്റ്റവും മാത്സിലെ നമ്പർ സിസ്റ്റവും സയൻസിലെ PYQ ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. PYQ എന്ന് പറയുമ്പം ഞാൻ രാവിലെ തന്നെ ഫിസിക്സിൻ്റെ ഒരു ക്ലാസ് കേട്ടു. അത് കഴിഞ്ഞ LDയുടെ PYQ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ആ സാറ് സൂപ്പറായിരുന്നു, പൊളിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഫിസിക്സിൽ മനസ്സിലാവാത്ത പല കാര്യങ്ങളും ജസ്റ്റ് ഒരു തവണ കാണുമ്പോൾ തന്നെ എനിക്ക് സെറ്റായിട്ടുണ്ട്. ഒന്നാമത് ഈ ഫിസിക്സിൽ പ്രോബ്ലംസ് വരുമ്പോൾ ഞാനത് സ്കിപ്പ് ചെയ്യും. മണ്ടത്തരമാണ് എനിക്കറിയാം, പക്ഷേങ്കിൽ എനിക്കെന്തോ ഒരു മടിയാണ്, എനിക്ക് ഇഷ്ടമില്ല. പക്ഷേ ആ സാർ എടുത്ത എല്ലാ പ്രോബ്ലംസും ഞാൻ കറക്റ്റ് നോട്ട് എഴുതി പഠിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ പക്ഷേ ഒരു 45 മണിക്കൂർ മാത്രമാണ് കണ്ടത്. അതിനുശേഷം കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞാൻ സെയിം ക്ലാസ് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്തത് അന്നത്തെ ദിവസം. അതിൻ്റെ ഇടയിൽ മാത്സും പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മാത്സിൻ്റെ ആ ഒരു ടോപ്പിക്ക് എനിക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കൂടുതൽ ഈ സയൻസിൽ PYQന് ഇമ്പോർട്ടൻസ് കൊടുത്തതുകൊണ്ട് മാത്സിൽ ആദ്യത്തെ കുറച്ച് പ്രോബ്ലംസ് മാത്രമാണ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഈ നമ്പർ സിസ്റ്റം തന്നെ ഞാൻ വേറൊരു ദിവസത്തേക്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുട്ടി കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനിപ്പം ഇംഗ്ലീഷും മലയാളവും നോക്കുന്നില്ലേ എന്നുള്ളത്. ഞാനിപ്പോൾ നോക്കാറില്ല. ഇപ്പോൾ പ്രിലിംസിൻ്റെ സിലബസ് വെച്ചിട്ട് തന്നെയാണ് പഠിക്കുന്നത്. ഇനി ആകെ അത്ര ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ പ്രിലിംസ് കഴിയുന്നവരെ അതിൻ്റെ
കാര്യങ്ങൾ തന്നെ നോക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ടച്ച് വിട്ട് പോകുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഫസ്റ്റ് ഫേസ് തന്നെ കിട്ടിയാൽ മതിയായിരുന്നു. എനിക്കെപ്പോഴും ലാസ്റ്റ് ഫേസ് അല്ലെങ്കിൽ തേർഡ് ഫേസ് ഒക്കെയാണ് വരാറുള്ളത്. ജൂലൈ 18 തന്നെ കഴിഞ്ഞാൽ നന്നായിരുന്നു, അങ്ങനെ വിചാരിക്കുന്നു. പിന്നെ ഒരു കമൻറ്റ് വന്നതാണ്, ഈ മുന്നിലത്തെ ജനൽ തുറക്കാറില്ലേ എന്നുള്ളത്. അത് ഞാൻ ഇടയ്ക്ക് മാത്രം, ഒന്നുകിൽ രാവിലെ മാത്രമാണ് ഞാൻ തുറക്കാറ്. കാരണം എന്താണെന്ന് വെച്ചാൽ തൊട്ടടുത്ത് തന്നെ വേറെ ബിൽഡിങ്ങുകളുണ്ട്, വീടുകളുണ്ട്. അപ്പോൾ കുറച്ച് എനിക്ക് അൺകംഫർട്ടബിളാണ് അത് തുറന്ന് വെച്ചാൽ. മറ്റുള്ള വീടുകളിൽ എനിക്കറിയാത്തവരാണ്, ഞാനിവിടെ പുതിയതായിട്ട് വന്നതാണ്. അതുകൊണ്ട് തന്നെ എന്താ എങ്ങനെയൊന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ മാക്സിമം ആ ഒരു സൈഡിലുള്ള ജനൽ തുറക്കാറില്ല. മുന്നിലത്തെ ജനലൊക്കെ തുറന്നിടും. പിന്നെ YPTയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത 2 ഗ്രൂപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ 3ാമത്തെ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ലിങ്ക് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കയറാൻ പറ്റാത്തവർ അതിൽ കയറുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, മാക്സിമം റിവൈസ് ചെയ്യുക. ഇന്നലെ പഠിക്കാത്തത് ഓർത്തിട്ട് വിഷമിക്കല്ലേ. എപ്പോഴും പറയുന്നത് പോലെ ഇന്നത്തെ ദിവസം ഇനിയുള്ള ടൈം എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കുക. ആ ഉള്ള ടൈം യൂസ് ചെയ്തിട്ട് പഠിക്കുക, റിവൈസ് ചെയ്യുക. മാക്സിമം 10th ലെവലിൻ്റെ പ്രിലിംസിൻ്റെ മോഡൽ എക്സാമും PYQ ഒക്കെ അറ്റൻഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ടഫുള്ള ഭാഗം എടുത്തു വെച്ച് അത് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസ് ആയിട്ട് രേഖപ്പെടുത്തൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.